എന്ത് പറ്റി? നെയ്യാറ്റിക്കര കാര്യത്തെ പറ്റിയൊക്കെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. പണ്ട് എന്ത് രസമായിരുന്നു. ഇന്ന് ഞായറാഴ്ചയല്ലേ? പണ്ട് ശനിയാഴ്ച ആകുമ്പോഴേ ബന്ധുക്കളെല്ലാം കൂടെ വീട്ടിൽ വരും. ഞായറാഴ്ച ആകുമ്പം കളി, ചിരി, ബഹളം. അയ്യോ, എല്ലാവരെയും കാണാൻ തോന്നുന്നു. രാഘവമാവൻ പോയി, പിന്നെ പപ്പി കുഞ്ഞമ്മ, പിന്നെ കള്ളം കഴിയുമ്പോൾ രായൻ ചേട്ടായി, പിന്നെ സനല്, ഒന്നും പറയണ്ട. അപ്പൊ ഓർമ്മകളായവർക്കാണ്. പിന്നെ ഇനി വരാൻ പോണ ദിവസം എങ്ങനെ ജീവിക്കുമോ നമുക്ക് പറയാൻ പറ്റൂല. പിന്നെ ജീവിക്കേണ്ട ഈ നിമിഷം അത് നേരെ ആസ്വദിച്ച് ജീവിക്കാനും പറ്റൂല. പിന്നെ കഴിഞ്ഞ കാലം, അതാണ് ഓർമ്മകൾ, അതാണ് ജീവിതം. ശരിക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ. മുമ്പ് ഒരു ആത്മകഥയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു? എന്താണ്, ആ കർക്കിടകരാവ് വേണ്ടായിരുന്നു അതും പറഞ്ഞ് നമ്മൾ കളിയാക്കില്ലായിരുന്നോ? കളിയാക്കിയൊന്നുമില്ല. അയ്യോ, അന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾക്കാണെങ്കിൽ കുറേ ഫ്രീ ടൈം ഉണ്ട്, വെറുതെ ഇരിക്കല്ലോ ഇവിടെ. കേക്ക് പറഞ്ഞേ, കുറെ നല്ല അനുഭവങ്ങളുള്ളതാണല്ലോ, എഴുതിക്കൂടെ? ഓ, ഇപ്പോഴെങ്കിലും തിരിച്ചറിവ് ഉണ്ടായല്ലേ. എടി ബാലന് ഒരുപാട് അനുഭവം അറിവൊക്കെ ഉണ്ടടി. അത് തുടങ്ങി. നിങ്ങക്ക് തലയ്ക്ക് ചെറിയ ഓളം ഉണ്ട് കേട്ടോ, അതാ രക്ഷപ്പെടാത്തത്. ഓളന്ന് പറഞ്ഞ വട്ട് ഏതോ നല്ല നില എത്തേണ്ടതാണ് ഞാൻ. നിന്നെ കെട്ടി എനിക്ക് വട്ടായി. നീയും നിന്റെ അനിയനും നിന്റെ അച്ഛൻ കുട്ടൻപിള്ളയും പിന്നെ നിന്റെ അമ്മണ്ടല്ലേ ശ്രീമതി ഭവാനി അമ്മ എല്ലാം കൂടെ ചേർത്ത് തന്നെ വട്ടാക്കി. ഇടി വെറുതെ വന്ന് കെട്ടിക്കൊണ്ടുമാണ് നിന്നെ വന്നത്. അപ്പം ആന വരാം, അമ്പാരി വരാം, ഒലക്കര മൂട് വരാം എന്ന് പറഞ്ഞ് എന്നെ മോഹിപ്പിച്ച്. ഇതൊക്കെ ഞാൻ തിരിച്ച് ചോദിച്ചപ്പോഴോ കൈ നിരത്തി കാണിച്ച്. അങ്ങനെ എനിക്ക് വട്ടായി. എടി ആന കൊടുത്താൽ ആശ കൊടുക്കരുത്. വെറുതെ ഒന്ന് വന്നു പോയതാ. എന്റെ കഷ്ടകാലത്തിന് രണ്ട് നല്ല വാക്കും പറഞ്ഞു വിട്ടേക്ക്, ഞാൻ പോണ്. എടി വാ, നമുക്ക് ആത്മകഥ എഴുതാം. എടി വാ. സംസാരത്തിന്റെ ഇടയിൽ നീ അങ്ങ് മുങ്ങിയ. ഇതാണ് നിന്റെ കുഴപ്പം. എന്തെങ്കിലും കാര്യമായിട്ട് പറഞ്ഞുകൊണ്ട് വരും. ഇതിന് പറഞ്ഞു പറഞ്ഞാൽ എന്നെ ചെത്ത കൊമ്പിക്കറ്റും. ഇത് ഒറ്റ ഇട്ടിട്ട് ഒറ്റ പോക്കണം. നിങ്ങളോട് സംസാരിക്കാനൊന്നും കൊള്ളൂല. നിങ്ങളുടെ നാക്ക് ശരിയല്ല. പിന്നെ നിന്റെ നാക്ക് വലിയ ശരി തന്നെ. അതൊക്കെ പോട്ടെ. നീ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? എന്തോന്ന്? ഞാൻ എഴുതണ കാര്യം ഞാൻ എഴുതാം. നീ പൈസ ഉടക്കി പബ്ലിഷ് ചെയ്താൽ മതി. നമുക്കൊരു പേര് കൂടാം, നീലിമ പബ്ലിക്കേഷൻസ്. എന്ത് കുഴപ്പമുണ്ടോ? ഈ നാട്ടുകാരുടെ എന്നെ മുഴുവൻ എന്നെ നാറ്റിച്ചിട്ടുണ്ട്. ഇനി കേരളം മുഴുവൻ നാറ്റിക്ക്. അമ്മയാണ് ഹിറ്റാവുന്നത്. എന്റെ ബാലു, എന്റെ കഷ്ടകാലത്തിന് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞാണ്. ഞാൻ അതിൽ കേറി പോകണ്ട. ഓഹോ, വെറുതെ പറഞ്ഞാണല്ലേ? അല്ലെങ്കിലും നീ എനിക്ക് മോഹം മാത്രമായിട്ട് തരാറുണ്ടോ? നോക്കിക്കോ, ഞാൻ എഴുതും. അമ്മ ഇതേ മുറി കിടന്ന് രണ്ടോണം കൂടെ ഭയങ്കര അടിയാണ്ടാ തലോണ വെച്ചിട്ട്. മിക്കവാറും ആ തലോണയുടെ അത് തീരുമാനവും. തീരുമാനമാവട്ടെ. പിന്നെ തലേണിലാണ്ട് കിടന്നോളൂല്ലോ. ഇത് ഞായറാഴ്ചയല്ലേ? നമുക്കൊരു കാര്യം, ഇറച്ചിയാ മീന മുട്ട വല്ലതും മേടിക്കാനാണ്. എന്റെ കാശില്ല. അതെന്തോ ഞായറാഴ്ച എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് കയറി ഇറച്ചി മുട്ട കറി അങ്ങ് തീരുമാനിച്ചവള്. അല്ലെങ്കിൽ അമ്മ എഴുതാപ്പുറം വായിക്കാൻ മിടിക്കല്ലേ അച്ഛാ? അമ്മ എഴുതാപ്പുറം വായിക്കാൻ മിടിക്കുക? അവസരം കിട്ടിയ ആരെങ്കിലും എന്തും പറയൂടി? നീ പറയൂടി. ഇതിപ്പോ ഞാൻ അച്ഛനെ സപ്പോർട്ട് ചെയ്തതല്ലേ? അച്ഛനെ സപ്പോർട്ട് ചെയ്താ? അച്ഛൻ ആരെ സപ്പോർട്ട് ഒന്നും വേണ്ട. പോ ചായ എടുത്തിട്ട് പോ. ചായ എടുത്ത് പടി പൊടിച്ചളയും. പേടിച്ച കേട്ടാ നീലേ. ഈ ഞായറാഴ്ച അങ്ങനെ നോൺ വെജ് അങ്ങനെ നിർബന്ധമൊന്നുമല്ല. എങ്കിലും മീനോ മുട്ട ഇറച്ചി ഉണ്ടെങ്കിൽ ഒരു ഞായറാഴ്ച ഒരു എരിവും പുളിയൊക്കെ ഉണ്ടാവും. ഫ്രിഡ്ജിൽ ഇന്നലത്തെ കറി ഇരിപ്പുണ്ട്, അതെടുത്ത് കഴിച്ചോ. ഫ്രിഡ്ജില് ഇന്നലത്തെ കറി ഇരിപ്പുണ്ട്, അതെടുത്ത് കഴിച്ചോളാൻ. കരുവാടെടുത്ത് കറി വെച്ചിട്ട് ഇന്നലത്തെ കറി എന്ന് പറഞ്ഞോണ്ടല്ല. കരുവാടാ? അതെന്തോന്നത്? ഉണക്കമീന്. മേലാലെ ഈ ഉണക്കമീൻ ഈ വീട്ടിൽ കയറ്റി പോലെ ഞാൻ എടുത്ത ബ്ലാത്തറി. ബ്ലാത്തല്ല, ബ്ലാത്ത്. അയ്യം പുറമ്പോക്ക് പുറം മുറ്റം അങ്ങ് വയലും. എന്താ ഉദ്ദേശിച്ചത്? വലിച്ചെറിയോന്നല്ലേ? കാശ് കൊടുത്ത് ഇല്ലാത്ത കാശുണ്ടാക്കി ഞാൻ മേടിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞോ? പോയങ്ങട്. നീ പൈസ ഒന്ന് പോ. പൈസ എന്തിന്? മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിച്ചോളൂ. എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് നിങ്ങൾ മീൻ മേടിച്ച് തിന്ന്. ബാലുവിന് മീൻ തിന്നണമെന്നുണ്ടെങ്കിൽ ബാലു മീൻ മേടിച്ച് തിന്നും. വല്ലവന്റെ വീട്ടിൽ പോയി. വല്ലവന്റെ വീട്ടിലടി. ഇവിടെ മീൻ മാറ്റി വെട്ടി കറി വെച്ച് ബാലു കഴിക്കും. നീ പൈസ പൈസ ഇല്ല. ബാലുവിന് മീൻ കഴിക്കണമെന്ന് പൈസ എടുക്കാൻ. നീലുവിന് മീൻ കഴിക്കണ്ട, അതുകൊണ്ട് കാശില്ല. ഞാൻ മീൻ വാങ്ങിക്കും, ഇവിടെ വെച്ച് വെട്ടി കഴിവും. ചോദിക്കരുത്. ആര് ചോദിക്കണ്? എനിക്ക് വേണമെങ്കിലല്ലേ ഞാൻ ചോദിക്കുള്ളൂ. ഇപ്പൊ കാണാം. കാണാം. പൈസ ഇല്ല അപ്പൊ? ഇല്ല. അപ്പൊ എനിക്ക് മീൻ കഴിക്കാൻ പൈസ ഇല്ല? ഇല്ല. നോക്കിയോ? നോക്കിക്കോ. വരണോന്നില്ല. Yeah.